ഒന്ന് ദേശീയ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ അവരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് ഈ രാജ്യത്ത് ഫാസിസ്റ്റിനായിട്ടൊരു പോരാട്ടം എന്ന രൂപത്തിലാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പിന്നെ കഴിഞ്ഞ 8 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഈ 2 സർക്കാരുകൾക്കുമായിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും ഇത്. ഇതൊരു ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ലൈഫ് ആൻഡ് ഡെത്ത് ബാറ്റിലാണ്. ക്വസ്റ്റ്യൻ ഈസ് ദിസ്: നമ്മളിപ്പോൾ ജീവിക്കണമോ മരിക്കണമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. ആ ചോദ്യത്തിന് ഉത്തരം കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ജനാധിപത്യവും മതേതരത്വവും ചരിത്രത്തിലൊരിക്കലുമില്ലാത്ത രൂപത്തിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ മുറിച്ചു കടക്കാൻ ഇന്ത്യയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം വിജയിച്ച് അധികാരത്തിൽ വരേണ്ടത് ഈ നാട്ടിലെ നിലനിൽപ്പിന് അനിവാര്യമാണ്. റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഞാൻ 2020 പറഞ്ഞെങ്കിൽ ഒന്ന് ചുണ്ടനും കപ്പിനും ഇടയിലാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത്. ഈ തവണ അതിലേറെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ പ്രബുദ്ധരാണ്. പ്രത്യേകിച്ച് വടകരയിലെ ജനങ്ങൾ കേരളത്തിലെ 20 നിയോജകമണ്ഡലത്തെക്കാളേറെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അത്യുന്നത ഒരു ശൃംഖത്തിലാണ് ഈ നിയോജകമണ്ഡലം നിൽക്കുന്നത്. രാഷ്ട്രീയമായിട്ട് മാത്രമേ ജനങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും പ്രതിഫലിക്കും. പിന്നെ വടകരയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് കൊലക്കളങ്ങൾ കണ്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അക്രമ രാഷ്ട്രീയം ഇവിടെ ഒരു മുഖ്യ വിഷയം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായിട്ടും അതിൻ്റെ സത്യാവസ്ഥയൊക്കെ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു സാഹചര്യം കൂടിയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ അന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും BJP യും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് പറഞ്ഞു. 52 നിയോജകമണ്ഡലത്തിൽ വോട്ട് മറിച്ച കഥ ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട്, രേഖകൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കംപ്ലീറ്റ് ആയിട്ട് വിഷ്വൽസ് അവതരിപ്പിച്ചുകൊണ്ടാണ് അത് ഞാൻ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ശ്രീമാൻ EP ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജനറൽ കൺവീനറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി മെമ്പർ. ഇതിനൊക്കെ പുറമെ ശ്രീമാൻ പിണറായി വിജയൻ്റെ മനസ്സാക്ഷിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുതിത്തള്ളാൻ സാധിക്കുന്ന വ്യക്തിയല്ല ശ്രീമാൻ EP ജയരാജൻ. EP ജയരാജനാണ് പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം ഇന്ന് രാവിലെ, അദ്ദേഹം എന്തിനാണ് അതിന് പറയേണ്ട ഒരു സാഹചര്യമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം വിശദീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാം പറഞ്ഞതുപോലെ അവസാനമായി അദ്ദേഹം അപകടത്തിലേക്ക് ചാടുകയുണ്ടായി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സത്യത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ ഒരു ധാരണ BJPയിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നതിനേക്കാളേറെ BJPയും CPM തമ്മിലുള്ള ധാരണയെക്കുറിച്ച് ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചർച്ചയായിട്ട് മാത്രമേ എനിക്ക് അതിനെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. നിസ്സാരമല്ല, ഈ അന്തർധാര കുറേ വർഷമായിട്ട് നിൽക്കും. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. Satori Educational Training and Consultancy near Head Post Office, Edodi, Vadagara.